ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നിന്ന് തുടർച്ചയായി അവഗണിക്കപ്പെട്ട സർഫറാസ് ഖാൻ 19 മാസത്തിനു ശേഷമാണ് ടീമിലേക്ക് തിരിച്ചെത്തുന്നത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും ഇന്ത്യൻ ടീമിലും മികച്ച പ്രകടനം നടത്തിയിട്ടും തുടർച്ചയായ അവഗണനയായിരുന്നു താരം നേരിട്ടത്. സ്പിന്നിനെതിരെ മികച്ച രീതിയിൽ കളിക്കുന്ന സർഫറാസിനെ പരമ്പരയിൽ അവസരം ലഭിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ക്രിക്കറ്റിനായി ജീവൻ നൽകിയിട്ടും തുടർച്ചയായി നേരിട്ട അവഗണനയാണ് സർഫറാസിന്റെ കരിയറിൽ എല്ലാ കാലത്തും കാണാനാകുക. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 60-ന് മുകളിൽ ശരാശരി ഉണ്ടായിട്ടും ഇന്ത്യയ്ക്കായി കളിച്ച മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും സർഫറാസ് തുടർച്ചയായി അവഗണിക്കപ്പെട്ടു. സായ് സുദർശന് പരിക്കേറ്റ് ടീമിലെത്തുമ്പോൾ വീണ്ടും ടെസ്റ്റ് കളിക്കാൻ കാത്തിരുന്നത് 19 മാസത്തിലേറെയാണ്. കഠിനാധ്വാനമായിരുന്നു സർഫറാസ് ഖാന്റെ കൈമുതൽ. പിതാവ് നൌഷാദിന്റെ ശിക്ഷണത്തിൽ ദിവസേനയുള്ള പരിശീലനം. മുംബൈയിൽ മഴക്കാലമായാൽ കാശ്മീരിൽ പോയി വരെ പരിശീലനം നടത്താനുള്ള നിശ്ചയദാർഢ്യം. പരിശീലനത്തിൽ സർഫറാസിനെതിരെ പന്തെറിഞ്ഞത് സംസ്ഥാന താരങ്ങൾ. ചുവന്ന മൺപിച്ചുകളിൽ സ്പിന്നിനെ നേരിടാൻ പ്രത്യേക പരിശീലനവും. എന്നിട്ടും അവഗണനയായിരുന്നു സർഫറാസ് നേരിട്ടത്. ശരീരഭാരക്കൂടുതൽ കാരണമാണ് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കാത്തതെന്ന വിമർശനമുയർന്നതോടെ 17 കിലോയോളം തൂക്കവും കുറച്ചു. നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിലാണ് 2024-ൽ സർഫറാസിന് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കൊടുക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഏകദിന ശൈലിയിൽ ബാറ്റേന്തിയ താരം 2 ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി നേടി. ആകെ 6 ടെസ്റ്റുകളിൽ നിന്നായി 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ 371 റൺസ് നേടി. 37 റൺസ് ശരാശരിയിൽ റൺസ് അടിച്ച താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 75-നടുത്തു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 60-ന് മുകളിൽ ശരാശരിയിൽ 5000-ന് മുകളിൽ റൺസ് നേടിയിട്ടുണ്ട് സർഫറാസ് ഖാൻ. കഴിഞ്ഞ സീസണിൽ 53 ശരാശരിയിൽ നേടിയത് 429 റൺസ്. ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ സർഫറാസിന് അവസരം ലഭിക്കുമോ എന്നുറപ്പില്ല. സായ് സുദർശന് പകരം മികച്ച ഫോമിലുള്ള ദേവ്ദത്ത് പടിക്കലിനായിരിക്കും അവസരം ലഭിക്കുക. മധ്യനിര താരമായ സർഫറാസിന്റെ സ്പിന്നർമാർക്കെതിരെയുള്ള മേധാവിത്വം ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ താരം വീണ്ടും ഇന്ത്യൻ ജേഴ്സി അണിയും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.